കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുമായിരുന്നു കേട്ടോ. അടുപ്പും ഭ്രാന്തൊക്കെ ആയപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പുറത്തു വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് 3 പേരും കൂടെ പോണതാണ്. ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ ഓടി വന്ന് ഗേറ്റൊക്കെ തുറന്ന് വണ്ടിയിലെ പൊടിയൊക്കെ തട്ടി എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് സാം വന്നേ. അങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി പെട്രോളൊക്കെ അടിച്ച് കുറേ ദിവസമായിട്ട് കാറും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ കാറും ഒന്ന് ഓടിച്ചേക്കാം, പെട്രോളൊക്കെ അടിച്ച് ഇങ്ങനെ പോവുകയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു മുഷിപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാതെ, വയനാട്ടിലേക്കൊക്കെ പോകാതെ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മളൊരു യാത്ര ചെയ്യണമെന്ന് പറയുന്നത് ഇതിനാട്ടോ. പിന്നെ നമ്മുടെ സാക്ക് മൂത്രമൊഴിച്ചിലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് സാ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയേ. അപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ വരുന്നേം കാത്തിരുന്നു കേട്ടോ. ഞങ്ങൾ ഗോകുലമാൾ വരെയാന്ന് വന്നതാണ് കേട്ടോ. അവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുറേ നേരം അവിടെ വന്നു, കുറേ നേരം കഥ പറഞ്ഞു, ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എന്തോ ഒരു ഹാപ്പി ആയ പോലെയാണ്. വീട്ടിലിങ്ങനെ ഇരുന്ന് ഏതാണ്ട് വട്ട് പിടിച്ചൊരാ